ഹലോ ഗൈസ്, നമ്മൾ പതിവില്ലാണ്ട് ഒരാൾ നേരത്തെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണ നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെ ഫോണിങ്ങനെ ചിരണ്ടി ഇരിക്കുന്ന മനുഷ്യ സ്ത്രീയാണ്. ഇന്നിപ്പോൾ നേരത്തെ കയറി കിടക്കുന്നുണ്ട്. കാര്യം എന്താണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു ഇപ്പം എന്തര സമയത്രേ 10:30 ആയിട്ടുണ്ട്. ഈ ടൈമിലൊന്നും പുള്ളിക്കാരി സാധാരണ ഉറങ്ങാത്തതാണ്. നമ്മളൊരു 12 മണിയാകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കുന്നതാണ്. അത് കഴിഞ്ഞും 1 മണി വരെയൊക്കെ കുത്തിയിരുന്ന് തോണ്ടി ഇരിക്കുന്ന ആളാണ്. ഈ 10:30 ആയപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ കിടക്കുകയാണ്. എന്താ കാര്യം നമുക്ക് ചോദിക്കാം. ഹർഷ എന്താ? ആരോട് ചോദിച്ചിട്ട്? എന്ത് നോമ്പ്? എന്തുവാ എന്ത് നോമ്പാ? എന്ത് നോമ്പാ? നാളെ ഏതാ തീയതി? ഏതാ? എന്താ പ്രശ്നം? എന്തിനാ നാളെ എന്താ? നാളെ എന്തുവാ? എന്തിനാ നോമ്പ് എടുക്കുന്നത്? ഒരാള് പറഞ്ഞു എടുക്കാൻ, അപ്പൊ എടുത്തു. സാധാരണ അപ്പൊ നാളെ നിനക്ക് എത്ര മണിക്ക് എണ്ണിക്കണം? നാളെ മുഹറാണ് ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് അവൾ ഈ നോമ്പ് എടുക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചിട്ട് അത് എന്തിനാന്ന് പോലും അവൾക്ക് അറിയത്തില്ല. ഒരാൾ പറഞ്ഞത് കേട്ട് എടുക്കുവാണ്. എന്താ നാളെ എത്ര മണിക്ക് എണ്ണിക്കും? 4 മണി കേട്ടല്ലോ നന്ദന? 4 മണി. നമ്മൾ ഞായറാഴ്ച ഒന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്, അതും 8 മണിയാകുമ്പോൾ എണ്ണിറ്റാൽ മതി എന്ന് പറഞ്ഞാൽ പോലും ഉറങ്ങണം. എനിക്ക് ഞായറാഴ്ചയാണ്, ഉറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളാണ് നാളെ 4 മണിക്ക് എണ്ണിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. എണ്ണിക്കുവാടേ? എണ്ണിക്കൂ? ഉറപ്പ്? എന്തിനാ ഇപ്പൊ ഈ നോമ്പ് എടുക്കുന്ന? എന്താ കാര്യം? എന്തിനു വേണ്ടി എടുക്കുന്ന? ഓ അതെയാ, അമ്പലത്തിൽ പോകുന്നത് നല്ല കാര്യമായിരുന്നു. നമുക്കങ്ങനൊന്നും ഇല്ല കേട്ടോ. എനിക്കിപ്പോൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടില്ല, ഞാൻ എടുത്തേനെ. എൻ്റെ അടിയിൽ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ. നൂറ ഫാത്തിമ NS, മുഖം കാണിക്കാത്ത നമ്മുടെ തിരുവനന്തപുരംകാരി എൻ്റെ അടിയിൽ കിടപ്പുണ്ട്. നൂറ എന്താണ് നിനക്ക് നിന്റെ അഭിപ്രായം? നിന്റെ കൈ കാണിച്ചില്ല, കൈ കാണിച്ചു നിനക്ക്. എന്താ നിന്റെ അഭിപ്രായം? കംപ്ലീറ്റ് ആക്കിയിരിക്കും. രാവിലെ എണീക്കുകയും ചെയ്യും, കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. എണ്ണീറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവൾ എണീക്കും. നാളെ എന്നെ വിളിക്കുക? ഉറപ്പ്? അപ്പൊ നാളെ 4 മണിക്ക് എണ്ണിക്കൂല ഹർഷ? സെറ്റ്. കാണാം ഗൈസ്, ഞാൻ നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നതായിരിക്കും. നാളെ ഫുൾ ഡേ ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ഇരിക്കാന്നല്ല പറഞ്ഞിട്ടുണ്ട്. പൊതുവെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. അതെ, പൊതുവെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ തീരെ പറ്റാത്ത കൂട്ടത്തിൽ ഫുഡ് ഞാനാണെങ്കിലും എനിക്ക് പിന്നെയും കൺട്രോൾ ഉണ്ട്. കഴിക്കാണ്ട് ഞാൻ എത്ര നേരം വേണേലും പിടിച്ചിരിക്കും. പക്ഷെ അത്ര നേരം പോലും പിടിച്ചിരിക്കാത്ത ഒരാളാണ് നാളെ നോമ്പെടുക്കാൻ പോകുന്നത്. കണ്ടറിയാം എന്താകുമെന്ന്. ഹർഷ, നന്ദനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല പറയാൻ. ആർക്കൊന്നും പറയാൻ. നൂറ നാളെ രാവിലെ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ മുഹറത്തിന് അങ്ങനെ രാവിലത്തെ ഫുഡൊന്നും കിട്ടൂല, അല്ല സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാവില്ല. മറ്റേ വലിയ നോമ്പ് ഉണ്ടാവുന്ന ടൈമിൽ രാവിലെയൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഫുഡ് ഉണ്ടാവും. മുഹറത്തിന് മാത്രം അങ്ങനെയില്ല, നമ്മൾ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നൂറ രാവിലെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലഘുവായ ഭക്ഷണം ഞങ്ങൾ ഇന്ന് രാവിലെയും കഴിച്ചായിരുന്നു. ഓട്സും എല്ലാം കൂടി ഇട്ടുള്ള. അപ്പോൾ അതെന്താണെന്ന് അവൾ തന്നെ. ഇതിപ്പോൾ ഓട്സാണ്. കുറച്ചുകൂടെ അച്ചത്തി പറ, കേൾക്കൂല, നമുക്ക് മൈക്കൊന്നും ഇല്ല. പറ. ഓട്സാണ് ഉണ്ടാകും, നമുക്ക് കെറ്റിലൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അതിങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഓട്സ് ഉണ്ട്, അതിട്ടിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ചിയാ സീഡ് ഇട്ട് പഞ്ചസാരയും പാൽപ്പൊടി, അതിൻ്റെ കളർ ഉണ്ടായിരുന്നു. അവിടെ എടുത്തിട്ടില്ല. ഇത് ഗൈസ് മറ്റേ നമ്മൾ ഓവർനൈറ്റ് ഓട്സ് വെച്ചിട്ട് രാവിലെ കഴിക്കുന്ന കേട്ടോ. നല്ല ചൂടതാ. നമ്മൾ പാല് വാങ്ങത്തില്ല, പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം പാൽ വെച്ചാൽ കേടായി പോലെ ഫ്രിഡ്ജില്ലല്ലോ, നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂട് വെള്ളത്തിൽ പാൽപ്പൊടിയൊക്കെ ഇട്ട്, ഓണങ്ങളുടെ കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. അതെ നമ്മുടെ ഹോസ്റ്റൽ, ഒരു ടിപ്പിക്കൽ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഓവർനൈറ്റ് വെച്ച് ഇതിൽ കുറച്ച് ചിയാ സീഡൊക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. രാവിലെ ഡേറ്റ്സ് ഇടും. രാവിലെ ഡേറ്റ്സ് ഇടും അതിനകത്ത്. നമ്മളിന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഇത് അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം ഒന്നും വേവില്ല, പക്ഷെ നമുക്ക് എന്താ പറയാ തിന്നാൻ പറ്റുന്ന രീതിയിൽ പിടിച്ചെടുക്കും. അതെ, നമുക്ക് ഞാനപ്പോൾ അത് രാവിലെ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം കേട്ടോ. പിന്നെ അതാ ബ്രെഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ രാവിലത്തെ. ഇത് കഴിച്ചിട്ടാണ് ഹർഷ വൈകിട്ട് നിൽക്കാൻ. അതെ, ഇത് കഴിച്ചിട്ടാണ് ഹർഷ വൈകിട്ട് വരെ നിൽക്കാൻ പോകുന്നത്. എന്താകുന്നൊന്നും അറിയില്ല. കോളേജ് ഫുഡ് കഴിച്ചാൽ തന്നെ വൈകിട്ട് ഇവിടെ വന്നിട്ട് പുറത്ത് നല്ലപോലെ ഫുഡ്. അതെ അതെ, നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ എല്ലാ ദിവസവും പോകാറുള്ളതാ. ഇനിയിപ്പോൾ ഹർഷൻ്റെ ഉണ്ട്. എനിക്ക് നൂറയ്ക്ക് പിന്നെ ഇതുപോലും ഇല്ലെങ്കിൽ പിടിച്ചേക്കും. എനിക്ക് പിന്നെയും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചേക്കും. പക്ഷെ ഹർഷ എന്ന് പറയുമ്പോൾ തീരെ ഫുഡൊന്നും ഇതാക്കാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ ഇത് നാളെ രാവിലെ നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഓട്സ്. അപ്പോൾ ഇനി അല്ല, ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നൂറ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് രാവിലെ 4 മണിയാകുമ്പോൾ കാണാം ബാക്കി ആരൊക്കെ എണ്ണിക്കും ആരൊക്കെ എണ്ണിക്കില്ല എന്നുള്ളതെല്ലാം നമുക്ക് നാളെ കാണാം. അല്ലേ നൂറ? എന്താ ഉറങ്ങാണ്ട് കിടക്കുന്ന? ഇവിടെ ഒരുത്തി ഇവിടെ ഒരു കൈ കാണിക്ക്. ഇവിടെ ഒരുത്തി ഉപ്പുമുളകും കണ്ടോണ്ടിരിക്കുന്നതാ. ഇവക്ക് ഉറക്കവും ഇല്ല. നാളെ രാവിലെ 4 മണിക്ക് എണ്ണിക്കേണ്ട ഹർഷ. കിടന്ന് ഉറങ്ങ്. തേങ്ങ ഹർഷ ഹർഷ മോളെ ഉറങ്ങ ഹർഷ. താരാട്ട് പാട്ട് പാടിത്തരണ. അങ്ങനെ ഞാനും ഹർഷേൻ്റെ ആ പല്ലെല്ലാം തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ 4:30 എണ്ണീറ്റ് പല്ലെല്ലാം തേച്ച്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമാണെങ്കിൽ നമ്മളൊരു 5 മണി 5:30 ആ ടൈമിലൊക്കെയാണ് നമ്മൾ എണ്ണിക്കൽ. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് നമ്മളിതാ ഓട്സ് എല്ലാം കഴിക്കാൻ തുടങ്ങി. ഹർഷ പാതി ഉറക്കത്തിലാണ്, ഞാനും അത് തന്നെ പാതി ഉറക്കത്തിലാണ്. പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് കയറി കിടക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഹർഷയ്ക്ക് ഓട്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറയുന്നുണ്ട്. ഓള് എനിക്ക് തരാണ്ട് ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. നേരത്തെ ടേസ്റ്റ് ഭയമാണ്. ഇതായിരുന്നു ഹർഷേൻ്റെ കോളേജിലുള്ള അവസ്ഥയെന്ന് പറയുന്നത്. 11:15 ആയപ്പോൾ ഭയങ്കര ഉറക്കമായിരുന്നു. ഗൈസ്, സമയം ഇപ്പോൾ 1:15 കഴിഞ്ഞിട്ടുണ്ട്. 1:20 ആവാനായിട്ടുണ്ട്. നമുക്ക് ഹർഷ ഇവിടെ നോക്കാം. ഹർഷ 1:15 ഇല്ല, എന്താ ഫുഡ് കഴിക്കാൻ പോവാത്ത? നോമ്പാ? ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ? വെള്ളം കുടിച്ചിട്ടില്ല? വിശക്കുന്നുണ്ടാ? ഒരു ബിരിയാണി എടുക്കട്ടെ? എല്ലാരും ഒച്ചപ്പാട്. എന്താ ചെയ്യുന്നേ? ബോറടിക്കുന്നുണ്ടാ? എന്തെങ്ങനെ ഇരിക്കണേ? വെള്ളം നോക്കിയിരിക്കുകയാണ് ഗൈസ്. വെള്ളം വേണോ? ദേഷ്യം വരുന്നുണ്ടാ?
തലവേദനിക്കുന്നുണ്ടാ? ഇപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അപ്പം 7 മണിയായാൽ മതി. 7 മണിയായാൽ മതി. നിവിക്ക് എന്താണ് പറയാനുള്ളത്? ഹർഷ കംപ്ലീറ്റ് ആക്കോ? 7 മണി വരെ ഇരിക്കുവോ? ഇരിക്കും, പക്ഷേ അങ്ങനെ ദാ നൂറ് എന്നെ വിളിച്ചു പറഞ്ഞ് ഹർഷ റൂമിലേക്ക് വരുന്നുണ്ട്, വേഗം വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 4 മണി 4:30 ആയപ്പോഴത്തേക്കും ഹർഷ വന്നു. പക്ഷെ ആൾ പതിവില്ലാണ്ട് അങ്ങനെ അത്ര ക്ഷീണമൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ നന്ദന ഉച്ചയായപ്പോൾ പനിയായിട്ട് വന്നതുകൊണ്ട് ഓളം നല്ല തിരക്കിലൊക്കെ ഉണ്ടായിരുന്നു, എവിടെ ആയിരുന്നു എന്നൊക്കെ നോക്കി. പിന്നെ എന്താ പറയുക, നല്ല അത്ര ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും നൂറയും കൂടെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്, കുറച്ച് സാധനങ്ങളല്ല കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. നൂറായിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും നമുക്ക് പോയി തിരിച്ചു വരാൻ. കോളേജിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു കുറച്ചങ്ങ് മാറി ഇവിടെ ഒരു പുതിയതൊരു കട തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവിടെ പോയി കട്ട്ലേറ്റ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്ന വരവാണിത്. ഇനി ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് കടയിൽ കയറും കേട്ടോ. ഫ്രൂട്ട്സ് വാങ്ങാൻ കയറി. നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ ഈ ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങാനും ഓഫർ പ്രൈസിൽ തപ്പിപ്പിടിച്ച് ഓരോ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചെടുക്കാനും ഒക്കെ ഭയങ്കര ഒരു പ്രത്യേക കഴിവാണ്. അതായത് നമ്മുടെ കൂട്ടത്തിലെ ഒരു തള്ള വൈബാണ് നൂറ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ വില ചോദിക്കുന്നുണ്ട്. അവൾ ആപ്പിൾ വാങ്ങണോ വേണ്ടയോ, ഇതിലേതാണ് സൈസ് കൂടുതൽ, വെക്കുന്നുണ്ട്, ആപ്പിൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ അങ്ങനെ കുറേ ഇങ്ങനെയുള്ള ഓരോ എന്തെല്ലാം വാങ്ങേണ്ടത് കണ്ടില്ലേ, എന്തെല്ലാം വാങ്ങേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പിന്നെ എല്ലാം നോക്കിയേ വാങ്ങുള്ളൂ, നല്ല സാധനങ്ങളൊക്കെ നോക്കി വാങ്ങുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഇവളെയാണ് എവിടെ പോയാലും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. കാരണം നമുക്ക് നല്ലൊരു സാധനം നോക്കി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവളെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും ഇവളെയും കൊണ്ടേ പോലുള്ളൂ. ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മച്ചി വൈബാണ് ആൾ. നല്ല സാധനം നോക്കിയെടുക്കാനും പൈസ എല്ലാം വില പേശി വാങ്ങാനും ഒക്കെ ഇവള് കഴിഞ്ഞുള്ള ആൾ. ശബരിജില്ലല്ലേ? ലക്ഷറീസ് നോമ്പ് പറയാൻ ഇവിടെ കാണിക്കത്. 100 എച്ചിയാണെങ്കിലും ഇത്രയൊക്കെ വാങ്ങി. 300 രൂപയ്ക്കായി. കുറച്ച് വാങ്ങിയത്. നമ്മൾ നേരത്തെ കയറിയ കടയിൽ പൈനാപ്പിൾ ഇല്ലായിരുന്നു. അപ്പോൾ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ തീരെ പിടിച്ചിട്ടില്ല. നമ്മൾ അപ്പുറത്തുനിന്ന് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വന്ന് പിന്നെ ഇവിടുന്ന് പൈനാപ്പിൾ മാത്രം വാങ്ങുന്നു കേട്ടോ. എന്തൊക്കെ കിടക്കുന്ന? വിശക്കണുണ്ടോ? എങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ച്? എങ്ങനെ? എന്താ ഇപ്പൊ കഴിക്കാൻ തോന്നുന്നേ? ഒന്നും തോന്നുന്നില്ല. കുറച്ച് സമൂസ, കുറെ സാധനം വാങ്ങിയിട്ടുണ്ട് ഹർഷ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നോമ്പ് തുറ കഴിഞ്ഞിട്ട് പറയാല്ലേ? പറയാന്ന് പറഞ്ഞല്ലേ? ഓക്കെ. നീ എന്താ കിടക്കുന്ന? ചുമ്മാ തട്ടിപ്പ് പനി. ഉച്ചക്ക് പനിയാന്ന് പറഞ്ഞിട്ട് കയറി വന്നതാ. പനിയും ഇല്ല, ഒരു തേങ്ങയില്ല. ചെറിയ ചൂടുണ്ട്. കാണിക്കടി. മുഖം കാണിച്ചില്ല, ഞാൻ മാറ്റൂല. അജടാ പാവോ, നോക്കട്ടെ നിഷ്കളങ്കമായ മുഖം. അതന്നെ. ഇല്ല 45 മിനിറ്റും കൂടെ. സെൽഫ് ലവ് ആണ് നോക്ക് ഗൈസ്. സെൽഫ് ലവ്. ഗ്രൂപ്പ് ലവ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂഡ് സ്വിങ് കാരണം ചിലപ്പോൾ ഇടയ്ക്ക് സെൽഫ് ലവ് ആവും. അപ്പൊ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇടും. നാളത്തെ വീഡിയോയില് നിന്റെ തല നിന്റെ ഫുൾ ഫിഗർ. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഫോട്ടോ മാത്രല്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ഇട്ടിട്ട്. ഫ്രഷ് ജ്യൂസ്, ആപ്പിൾ, ഓറഞ്ച്, മുസംബി, പൈനാപ്പിൾ, ഗ്രേപ്പ്, വാട്ടർമെലൻ, മസ്ക്മെലൻ, പപ്പായ, മാംഗോ, അനാർ. വേറെന്താ വേണ്ട? ഷെയ്ക്ക് വേണോ? ഷെയ്ക്ക് ആപ്പിൾ 80, മാംഗോ 80, ടെൻഡർ കോക്കനട്ട് 70, ചിക്കു 70, അവക്കാഡോ 80, അനാർ 90, മസ്ക്മെലൻ
മസ്മൽ എന്താണെന്നോ ഷമാം കേട്ടോ. വാട്ടർമെലൻ 70, പപ്പായ 70, കിറ്റ്കാറ്റ് 70, ഓറിയോ 70, സ്നിക്കേഴ്സ് 80, ഡയറി മിൽക്ക്. എന്താ വേണ്ടത് എനിക്ക് പറ. ഫ്രഷ് ജ്യൂസ് എന്ന് പറയുമ്പോൾ ആപ്പിൾ മതിയാ? ആപ്പിൾ എന്ന് പറയുമ്പോൾ റെഡ് കളറിൽ മാംഗോ 50, ആപ്പിൾ 70, വാട്ടർമെലൻ ഉണ്ട്, വാട്ടർമെലൻ 50. ഇതിനാണ് ഞാൻ ഇത്ര പറയുന്നത്. ഓക്കെ ശരി, എന്നാൽ 7 മണിക്ക് പറഞ്ഞേ. നോമ്പറാണെന്ന് ആ നോമ്പറ ഗ്രാൻഡ് നോമ്പറാണ്. ആ ഞാൻ വിളിക്കാം. ആ ഓക്കെ, 6:30 വിളിക്കാം. എല്ലാരും നല്ല വൃത്തിക്കാ നിൽക്കുന്നത്. എന്തുവാടി എന്തുവാടി എന്നോട് ഇച്ചിരെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ എന്തുവാടി എന്നോട് ഇച്ചിരെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ വാടി. ആ ഓക്കെ, വിളിക്കാം. അങ്ങനെ ഗൈസ് പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സഫയാണ് എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് അറിയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അത്യാവശ്യം സ്നാക്സ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. ഹർഷ വെള്ളം ഇറക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. വിശന്ന് പാവട്ട് കേട്ടോ, നല്ലോണം വിശപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഫ്രൂട്ട്സും ഈ പുറത്തുനിന്ന് സ്നാക്സ് വാങ്ങിയതെല്ലാം കണ്ട് വെള്ളമെല്ലാം ഇറക്കി പാവം നല്ല സങ്കടത്തെയാണ് പോയത് കേട്ടോ. ഒരാളോട് ആപ്പിള് മുറിക്കാൻ വേണ്ടിട്ട് വേറെ ആരുമല്ല, ഹർഷനോടാണ് പറഞ്ഞത്. മൊത്തം ദേശം മൊത്തം എടുത്ത് വെച്ചേക്കുന്നത് കഴിച്ച്. ഇത് നോക്ക്, ആപ്പിള് മൊത്തം വലിച്ചെടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് കണ്ടിട്ടോ നോക്ക്, വ്യത്യാസം നോക്ക്. അല്ല അല്ല കുറച്ചുകൂടെ ഉറക്കം പറയാം. കേക്കൂല വേണ്ടല്ലോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും പാത്രത്തിലേക്ക് നമ്മൾ വാങ്ങിയ സ്നാക്സും സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാണ്. എന്താ നമ്മളെന്തെല്ലോ ഇതെന്താ സാധനം എന്ന് പറയുന്നത്, ഇതൊരു മധുരമുള്ള സാധനമാണ്. പിന്നെ നമ്മളൊരു ചിക്കൻ സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ കട്ട്ലറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹർഷ ഇതെല്ലാം കണ്ട് പിന്നെ വെള്ളമിറക്കി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഉള്ളിവട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയ ഫ്രൂട്ട്സ്, അല്ലാണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയ്ക്കും ജ്യൂസും അങ്ങനെയുള്ള അവിൽ മിൽക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടില്ല, അതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അപ്പോഴത്തേക്ക് സെറ്റ് ആക്കുകയാണ് കേട്ടോ. എക്സ്പേർട്ട്, കിച്ചൺ എക്സ്പേർട്ടാണ് നിവ്യ. നീ ഹർഷേന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു? ബാവ ഇതിന്റെ മുന്നിൽ ഇരിക്കുന്ന നോക്ക്. ഇല്ലില്ല, തെറിച്ചില്ല, ഇങ്ങനെ നിക്കുന്ന. ആ നല്ല മണല്ലേ? അതെ, എന്തോ ഓറഞ്ചിന് മുസമ്പി അല്ലേ? യൂട്യൂബറിന് ഓറഞ്ച് ധരിക്കാൻ പോലും അറിഞ്ഞൂടാ. പിന്നെ ഇത് തൊലിക്കല്ല. ഒരു പാത്രം ഈ സാധനം ഓറഞ്ച് ഇടാൻ ഡ്രാഗൺ ഫ്രൂട്ട് നോക്ക്. ഹർഷ നോക്ക്, എനിക്കിത് കഴിക്കാൻ കൊതിയാണെന്ന്. അത് വലിയ ടേസ്റ്റ് ഇതല്ലേ ഞാൻ ചെയ്തോ. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയ നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഷേക്ക്, മാംഗോ ഷേക്ക്, മാംഗോ ജ്യൂസ്, പിന്നെ പൊമഗ്രാനൈറ്റ് അല്ലോ, വാട്ടർമെലൺ ജ്യൂസ്, അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പിൻ്റെ സ്പെഷ്യൽ സാധനം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ഡേറ്റ്സ്. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അതും എല്ലാം എടുത്ത് വെച്ച് നമ്മളിതാ വട്ടത്തിലിരുന്നിട്ടുണ്ട്. നമ്മുടെ റൂമിലുള്ള ആൾക്കാർ, ഇനി 2 ആൾക്കാരും കൂടെ ഉണ്ട്. പക്ഷേ അവർക്ക് ക്യാമറയിൽ വരാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കയറ്റിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുന്നു. വാങ്ക് വിളിച്ച് ഹർഷത നോമ്പ് തുറന്നു. അവളുടെ അയ്യോ അവൾക്ക് സങ്കടമാണോ എന്തൊക്കെയാണോ അവൾ ആർത്തി മൂത്തിട്ട് അത് കഴിക്കുന്നുണ്ടായി. നമ്മളെല്ലാവരും നമുക്ക് അവളിപ്പോൾ ഫുൾ ഡേ കഴിച്ചില്ല. നമ്മളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വിശപ്പാണല്ലോ. അപ്പം രണ്ടും ഒരേ സെയിം പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഓക്ക് പെട്ടെന്ന് കുറേ വെള്ളം കുടിക്കണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പ് തുറ സാധനം. എന്നെ തന്നെ ആസ്വദിക്കുന്നു. ഒരാളോട് സ്ട്രോ ഇട്ട് വെള്ളം കുടിക്കണം. അവള് സ്ട്രോ ഇട്ട് കൊടുത്തതാ കുടിക്കാൻ വേണ്ടിട്ട്.
എടാ ഇതിങ്ങനൊന്നും അല്ലടാ. ഹർഷ വെള്ളം കുടി, മൊത്തം കുടിക്കുക, എന്നിട്ട് ആ സ്ട്രോ ഇങ്ങോട്ട് ഇട്ടാൽ മതി. കൊതി മൂത്ത് ആർത്തി മൂത്ത് തിന്നുന്ന കഴിച്ചത്. ആ അച്ചാറിന്റെ ആളാണ്, അതുകൊണ്ട് ബിരിയാണിയും കഴിക്കുന്നുണ്ട് കേട്ടാ. കറണ്ട് പോയി കഴിച്ചു ഇവിടെ. കറണ്ട് വന്നു ഇങ്ങോട്ട് കാണിക്ക്. വാവ്, നല്ല മണമുണ്ട് കൈ, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ഹെവി ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, പുട്ട് ബീഫ് മിക്സ്, നൂൽ പൊറോട്ട, കിഴി പൊറോട്ട. നമ്മളിതെല്ലാം ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ഹോസ്റ്റലിൻ്റെ താഴത്തെ കടയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെ ഓൾറെഡി ഹോസ്റ്റലിൽ ഇന്ന് ഗീ റൈസും കബാബും ആയതുകൊണ്ട് വേറെ ഒന്നും എക്സ്ട്രാ അങ്ങനെ വാങ്ങിയില്ല. നമ്മൾ 7 ആളും കൂടെ ഒരുമിച്ച് ഇതെല്ലാം കൂടെ ഷെയർ ചെയ്താട്ടോ കഴിച്ചത്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പറ ഹർഷ, ഹർഷന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം ഹർഷനോട് വയറ് നിറഞ്ഞ് പൊട്ടിയിരിക്കാൻ, കുറച്ചും കൂടെ പറയല് കേൾക്കൂല. വയറ് നിറഞ്ഞ് പൊട്ടിയിരിക്കാൻ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങാതെ എങ്ങനെയെങ്കിലൊക്കെ ഉറങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതെ, ഇനിയിപ്പോ കഴിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഉറങ്ങണം, വേറെ ഒന്നും ഇല്ല അവളുടെ മനസ്സിൽ. കാരണം എത്ര മണിക്കൂറാണ് നൂറ ഇരുന്നതോള്? 14 മണിക്കൂർ. 14 മണിക്കൂർ ഹർഷ പട്ടിണിക്കിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. വെള്ളം പോലും കുടിക്കാണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ അവളുടെ അവസ്ഥ, ക്ലാസ്സിലിരുന്ന അവസ്ഥയും എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. പക്ഷെ അത്ര എനിക്ക് ഇവിടെ വന്ന് കറിയപ്പോഴാണെങ്കിൽ എനിക്ക് അത്ര ക്ഷീണമൊന്നും എന്നെ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതൊന്നും തോന്നിയില്ല. അപ്പൊ ഹർഷക്ക് എന്തോ പറയണ്ട പറഞ്ഞു. എന്നാ ഹർഷക്ക് എന്തോ പറയണോ, നേരത്തെ പറയാനായിട്ട് നമ്മളെ സമ്മതിച്ചില്ല, ഇപ്പൊ പറയിപ്പിക്കാൻ വിചാരിച്ചാ. പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്, ഒരു 9th പഠിക്കുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കണം എന്നുള്ളത്. അത് സാധിച്ചത് എല്ലാവരും പങ്കാളികളാണ്. ആരെ സ്പീച്ച് എഴുതി തന്നെ റെസിറ്റേഷൻ നടത്തുന്ന. അതെ, നല്ലപോലെ പറഞ്ഞു. ഇനി ക്യാമറ ഓണാക്കി കഴിയുമ്പോ ഒന്നും വരൂല പുറത്തേക്ക്. ഡ്രീം കം ട്രൂ മൊമെന്റ്. അതെ, ഡ്രീം കം ട്രൂ മൊമെന്റ്. കുറെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് എടുക്കുന്നത്, അതിന് സാധിച്ചു. ഇനിയിപ്പോൾ അച്ഛൻ നമ്മുടെ അടുത്ത ശിവരാത്രി, അത് കഴിയുമ്പോൾ പിന്നെ ഈസ്റ്ററിനുണ്ടല്ലോ രാത്രിയിൽ നമ്മൾ ഉറക്കുളച്ചിരുന്ന് ഈശോ എന്താ മറ്റേ സാധനം എന്താ പറയുക, ഉയർത്തെഴുന്നേക്കുന്നത്. അപ്പം പെസഹ ആ സമയത്തൊക്കെ ഒരു രാത്രിയിൽ ഒരു അറിയാലോ, അതിരിക്കുന്നൊരു സംഭവമുണ്ട്. അപ്പം അതെല്ലാം നമ്മളെല്ലാ മതത്തിലേക്കും നമ്മൾ കയറാനായിട്ട് കടന്നു കയറാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ പടിയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് പോയി. 10 മിനിറ്റ് കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഇന്ന് 14 മണിക്കൂർ വെള്ളം അങ്ങനല്ലേ രാത്രി. അതെ, ശരിക്കും നമ്മളെല്ലാരും അങ്ങനെ ഹോസ്റ്റലിലേക്ക് അറിയാലോ, നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ്. രാത്രി 1 മണിക്കൊക്കെ മിക്സർ ആ വീഡിയോ ഒക്കെ പോയി കഴിച്ചില്ല, ഞാൻ ഇതിനകത്ത് ആഡ് ആക്കായിരുന്നു. നമ്മള് പണ്ട് 1 മണി 2 മണി രാത്രിയൊക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ടാ നന്ദന? എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് രാത്രിയിൽ മിക്സർ വെച്ചത് കപ്പ വെച്ചലും എന്തെല്ലോ എടുത്ത് രാത്രിയിലൊക്കെ കഴിക്കുമായിരുന്നു നമ്മള്, ഭക്ഷണമൊന്നും കിട്ടാണ്ട് പട്ടിണി. അതെ, ഹർഷിക്കും ബിരിയാണി ഇറങ്ങുന്നുണ്ടായില്ല, ഗ്യാസ് എല്ലാം കയറിയിട്ട് ഫുള്ള് പ്രശ്നമായിട്ട് മതി. അപ്പൊ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്. ഇപ്പഴത്തെ ക്യാമറ നമ്മൾ ശരിക്കും പോവാ. ടാറ്റാ.